നമസ്കാരം. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കുട്ടത്തിൽ MLA ചോദ്യം ചെയ്യുന്നതിനിടെ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. പ്രത്യേക അന്വേഷണ സംഘ തലവി ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ ശാസ്ത്രീയമായ തെളിവുകൾക്ക് മുന്നിൽ രാഹുൽ പതറുന്ന കാഴ്ചയാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ കണ്ടത്. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അതീവ ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയുമാണ് രാഹുൽ മറുപടി നൽകിയത്. യുവതിയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും താൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്നുമുള്ള പതിവ് വാദത്തിൽ MLA ഉറച്ചുനിന്നു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി നിഷേധിക്കാനായിരുന്നു രാഹുലിന്റെ നീക്കം. എന്നാൽ MLAയുടെ ഈ തന്ത്രങ്ങളെ മറികടക്കാൻ പൂങ്കുഴലിയും സംഘവും മുൻകൂട്ടി തയ്യാറാക്കി ഡിജിറ്റൽ തെളിവുകൾ ഓരോന്നായി നിരത്തി. ഇതോടെ മാങ്കുട്ടത്തിൽ തകർന്നു. അപ്രതീക്ഷിതമായി വാട്സപ്പ് ചാറ്റുകൾ, ഓഡിയോ സന്ദേശങ്ങൾ, ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ പോലീസ് പുറത്തെടുത്തതോടെ രാഹുലിന്റെ ആത്മവിശ്വാസം തകർന്നടിഞ്ഞു. ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ കണ്ടതോടെ പലപ്പോഴും തലകുനിച്ച് മിണ്ടാതിരിക്കാനേ MLAയ്ക്ക് കഴിഞ്ഞുള്ളൂ. ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെ രാഹുലിന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പോലീസ് ഓരോന്നായി പൊളിച്ചടുക്കി. ബലാത്സംഗം ചെയ്തില്ലെന്ന വാദത്തിൽ തൂങ്ങിപ്പിടിച്ച് രക്ഷപ്പെടാനുള്ള രാഹുലിന്റെ എല്ലാ പഴുതുകളും അടയ്ക്കുന്ന രീതിയിലായിരുന്നു പൂങ്കുഴലിയുടെ ബ്രില്യന്റ് നീക്കം. മണിക്കൂറുകൾ നീണ്ട ഈ ചോദ്യം ചെയ്യലിന് ശേഷം ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ കേസിൽ നിർണായകമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കേരള കേഡറിലെ ഏറ്റവും ശ്രദ്ധേയയായ വനിതാ IPS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ജി പൂങ്കുഴലി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ അതിജീവിതകൾക്ക് സംരക്ഷണം നൽകുന്നതിനും പരാതികൾ ഏകോപിപ്പിക്കുന്നതിനുമുള്ള നോഡൽ ഓഫീസറായി സർക്കാർ ഇവരെയാണ് നിയോഗിച്ചത്. രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള പീഡന പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ നയിക്കുന്നത് പൂങ്കുഴലിയാണ്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിലും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലും ഇവർ പുലർത്തുന്ന സൂക്ഷ്മത ഓപ്പറേഷന്റെ വിജയത്തിൽ നിർണായകമായി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷൻ കോബ്രയുടെ ഫീൽഡ് തലത്തിലുള്ള ഏകോപനം പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു. രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ FIR വരും. ഇമെയിൽ വഴി ലഭിച്ച മൂന്നാമത്തെ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ബലാത്സംഗം, ക്രൂരമായ ശാരീരിക ഉപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭഛിദ്രം എന്നീ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പുതിയ പരാതിയിലുള്ളത്. പാലക്കാട് KPM റീജൻസി ഹോട്ടലിൽ നിന്നാണ് ഞായറാഴ്ച പുലർച്ചെ രാഹുലിനെ പോലീസ് സംഘം പിടികൂടുന്നത്. രാഹുലിനെ കൊടുക്കാൻ അതീവ രഹസ്യമായി നിരീക്ഷണമാണ് പോലീസ് നടത്തിയിരുന്നത്. MLAയുടെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റും പുറത്തുപോയി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം ഹോട്ടലിലേക്ക് എത്തിയത്. വിവരങ്ങൾ ചോരാതിരിക്കാൻ ഹോട്ടൽ റിസപ്ഷനിലുള്ളവരുടെ ഫോണുകൾ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തു. അർദ്ധരാത്രി 12:15 രാഹുൽ താമസിച്ചിരുന്ന 2002 നമ്പർ മുറിയിലെത്തിയ പോലീസ് വാതിലിൽ തട്ടിയെങ്കിലും അദ്ദേഹം തുറക്കാൻ തയ്യാറായില്ല. ഒടുവിൽ കസ്റ്റഡി രേഖപ്പെടുത്താൻ വന്നതാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറഞ്ഞതോടെ 12:30 അദ്ദേഹം വാതിൽ തുറന്നത്. മുൻ കേസുകൾക്ക് സമാനമായ കുറ്റകൃത്യ ശൈലിയാണ് പുതിയ കേസിലും രാഹുൽ അവലംബിച്ചതെന്ന് പരാതിക്കാരി പറയുന്നു. വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. യുവതിയെ കൊണ്ട് തന്നെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്യിപ്പിച്ചു. ഹോട്ടലിലെത്തിയ ഉടൻ സംസാരിക്കാൻ പോലും നിൽക്കാതെ ക്രൂരമായി ശാരീരികമായി കടന്നാക്രമിച്ചു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അതിക്രൂരമായ ബലാത്സംഗമാണ് നടന്നതെന്നും മൊഴിയിലുണ്ട്. തനിക്കൊരു കുഞ്ഞു വേണമെന്നും അങ്ങനെയായാൽ വേഗത്തിൽ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഓവുലേഷൻ സമയമാണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഗർഭിണിയായപ്പോൾ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. പീഡനത്തിനിടയിൽ മുഖത്തടിക്കുകയും ശരീരമാസകലം മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ആദ്യ 2 പീഡന കേസുകളിൽ ഹൈക്കോടതിയും വിചാരണ കോടതിയും രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നെങ്കിലും പുതിയ പരാതിയിലെ ഗൗരവം കണക്കിലെടുത്ത് അറസ്റ്റിലേക്ക് നീങ്ങുകയായിരുന്നു.